അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു വണ്ടി ഡെലിവറിക്ക് എല്ലാം സെറ്റായിട്ട് അപ്പം നമ്മളൊരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം ആസിഫ് ബ്രോയാണ് ആ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ. അപ്പം പുള്ളിക്കാരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്നുള്ളൊരു ക്യാരക്ടറും അത്യാവശ്യം നല്ല ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള, ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും ടോട്ടൽ മൊത്തത്തിൽ ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉള്ള. ഇപ്പം തന്നെ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ബ്രോയുടെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കണ്ട് പോയ ആൾക്കാരാണ് റിട്ടേൺ വന്ന് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോയത്. അപ്പം ഞാൻ ഈ ഒരു വാഹനം പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂറിനകത്ത് തന്നെ പുള്ളിക്കാരൻ എന്നെ കോൺടാക്ട് ചെയ്ത് നമ്പർ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് മൊത്തം ചോദിച്ചറിഞ്ഞ്. അപ്പം മെയിനായിട്ട് പുള്ളിക്കാരൻ ചോദിച്ചത് ഈ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പറാണ്. അപ്പം ഞാൻ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനത്തിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ് ആണെന്ന്. അപ്പം പിറ്റേ ദിവസം തന്നെ പുള്ളിക്കാരൻ വന്നു, വണ്ടി കണ്ടു, ഓടിച്ച് നോക്കി. ആ ടൈം വരെ വണ്ടിയുടെ നമ്പർ ഷോ ചെയ്തിട്ടില്ല. നമ്മൾ നമ്പറായിട്ട് ഉപയോഗിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ ഇന്ന് നമ്മൾ പെട്ടെന്നായിട്ടൊരു ഡെലിവറി ഡേറ്റ് എല്ലാം സെറ്റാക്കി വണ്ടി ഡെലിവറി എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പുള്ളിക്കാരൻ്റെ ഫ്രണ്ടും ഉമ്മയും കാര്യങ്ങളും എല്ലാവരുമായിട്ട് വന്നിരിക്കണം. ടോട്ടൽ ഹാപ്പി വൈബിലാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം എന്താണ് ബ്രോ നമ്മളെ പറ്റി? നമ്മളിപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു രീതി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അത്രയ്ക്ക് ഒരു പോപ്പുലറായിട്ടുള്ള ആൾക്കൊരു വാഹനം കൊടുക്കുക എന്നൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് മൊത്തത്തിൽ. അപ്പോൾ ബ്രോയ്ക്ക് എന്താണ് നമ്മൾ ആ ഒരു സർവീസും കാര്യങ്ങളും എങ്ങനെയാണ് ബ്രോ? ഓക്കെ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ആദ്യമായിട്ടാണ്, ഞാൻ ഇങ്ങനത്തെ പരിപാടി കാര്യങ്ങളെല്ലാം ആദ്യമായിട്ടാണ്. അപ്പോൾ വേറൊന്നുമില്ല, പുള്ളിക്കാരൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് കണ്ടു, ഒരു ഫുട്ബോൾ പ്ലെയറിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേ നോക്കി, അപ്പോൾ ഇപ്പോഴേ റിവീൽ ചെയ്തിട്ടില്ല, ഇതുവരെയ്ക്കും പറഞ്ഞിട്ടില്ല, അതിപ്പോൾ കാണിക്കും. അപ്പോൾ ഏത് ഫുട്ബോൾ പ്ലെയർ ആണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ എനിക്ക് റൊണാൾഡോനെയാണ് ഇഷ്ടം. അപ്പോൾ ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നമ്പർ പ്ലേറ്റ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ റിവീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നതാണ്. സോ അപ്പോഴേ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി, സർവീസും കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നമ്മൾ വിളിച്ചു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. സർവീസിൻ്റെ കാര്യമല്ലാതെ അല്ലാത്ത കാര്യങ്ങളും എല്ലാം, പേഴ്സണൽ കാര്യം, അതെ, പേഴ്സണൽ കാര്യങ്ങളെല്ലാം. പുള്ളിക്കാരൻ പിന്നെ വേറെ ഒന്നുമല്ല, നമ്മളെ പക്ക നമ്മൾ സംസാരിക്കാനെന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഒരു കാണുന്ന ഒരാളെ അല്ല, അത് നമ്മൾ കസ്റ്റമർ ആയിട്ടല്ല സംസാരിച്ചു, നമ്മൾ ഫ്രണ്ട്സ് ആയിട്ട് ഒന്ന് സംസാരിക്കാൻ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ കാണുന്ന ഒരാളല്ല ആസിഫ്. സത്യം പറയാം, നമ്മള് അത് വേറെ, നമ്മൾ സംസാരിക്കുന്നത് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതായത് നമ്മള് ഇപ്പം വർഷങ്ങളായിട്ട് നമ്മൾ ഇടപഴകി അങ്ങനെ ഒരു ബന്ധം പോലെയാണ്. നമ്മൾ ഒറ്റ ഒരു 5 സെക്കൻഡ് സംസാരിച്ചാൽ മതി പുള്ളിക്കാരന്, അത്രേ ഉള്ളൂ. അപ്പം വളരെ വളരെ ഹാപ്പിയാണ്. ഞാനും എന്റെ ഫ്രണ്ട്സും എന്റെ ഉമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതിന്റെ ബാക്കിലുണ്ട്, അവരെല്ലാവരും സന്തോഷിച്ച് നിൽക്കുവാണ്. സോ അപ്പോൾ ഹാപ്പിയാണ് ബ്രോ. അപ്പോൾ ഹാപ്പിയാണ്. താങ്ക് യു ചേട്ടാ. നമ്മൾ ഈ നമ്പർ ഒന്ന് ഷോ ഓഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ റിവീൽ ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാൻ ആങ്കറായി പോയി, സോറി. അപ്പോൾ നമ്പർ നമുക്കിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, കമോൺ നമ്പറിലോട്ട് ബ്രോ. ഇനി അത് അടുത്ത സീനായിട്ട് എടുക്കാം അല്ലേ? ഓക്കെ, അടുത്ത സീനായിട്ട് അത് നമുക്കിനി ക്ലോസ് അപ്പ് ആയിട്ട് എടുക്കാം അല്ലേ? അതെ.